ഉക്രൈൻ റഷ്യയുമായിട്ടുള്ള വാർ തീരാനുള്ള, അതായത് സീസ് ഫയർ നെഗോസിയേഷൻ 30 ദിവസത്തേക്കുള്ള ചർച്ചകൾ നടത്തുവാൻ വേണ്ടി സൗദി അറേബ്യ ഒരു ഇൻഡിപെൻഡന്റ് വെന്യൂവായിട്ട് രണ്ടു കൂട്ടരും അംഗീകരിച്ചു. പക്ഷേ രണ്ടു കൂട്ടരും തമ്മിലുള്ള വാറിന്റെ തീവ്രത കൂടി. ഉക്രൈൻ ഈ പറഞ്ഞ പോലെ 700 കിലോമീറ്റർ ദൂരെ മാറി ഈഗിൾ 2 അറ്റാക്ക് ചെയ്യുന്ന അതിന്റെ റിറ്റാലിയേഷനായിട്ട് ഉക്രൈൻ്റെ പോർട്ട് സിറ്റി ഒഡേസ അവിടെ അറ്റാക്ക് ചെയ്ത് ഡ്രോൺ വെച്ച് അറ്റാക്ക് ചെയ്തിട്ട് ഏകദേശം 7ഓളം പേരാ മരിച്ചത്. ഒരു 5 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ മരിച്ചു. അപ്പൊ തിരിച്ചും ഇതിന് അറ്റാക്ക് ഉണ്ടാകുമെന്നുള്ള രീതിയിൽ സംസാരം ഉണ്ടാകുന്നു. ഈ രണ്ട് രാജ്യത്തെ റിപ്പോർട്ട്സുകൾ വരുന്നു, അമേരിക്കൻ പത്രങ്ങൾ കോട്ട് ചെയ്യുന്നു. ഇപ്പൊ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് ഈസ്റ്ററിന് രണ്ടു കൂട്ടരും വെടിനിർത്തലിന് തയ്യാറാകണം. അതായത് ട്രംപ് അതാണ് ഇപ്പൊ പുഷ് ചെയ്യുന്നത്. കാരണം ഈ ഉക്രൈൻ ഓർത്തഡോക്സ് ചർച്ച്, റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച്, ഇവർക്കെല്ലാം ഈസ്റ്ററിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട ആ ദിവസം രണ്ടു കൂട്ടരും ഏകദേശം 30 ദിവസത്തെ സീസ് ഫയർ. അതിനകത്ത് റഷ്യ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ എനർജി, ഹൈഡ്രോളിക് എനർജി, അതുപോലെ ന്യൂക്ലിയർ എനർജി, മറ്റുള്ള എനർജി സൈറ്റുകളിൽ അവർ അറ്റാക്ക് ചെയ്തത്. കാരണം സീസ് ഫയറിൻ്റെ അകത്ത് വെടിനിർത്തൽ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഉക്രൈനോട് പറയുന്ന ഏതൊക്കെയാണ് എനർജി ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ, അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ജനങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സാധനം, അതിൻ്റെ ലിസ്റ്റ് തരാൻ അമേരിക്ക ഉക്രൈനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ റഷ്യ അറ്റാക്ക് ചെയ്യത്തില്ല, പക്ഷെ അവർ അറ്റാക്ക് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം അതൊരു പാർഷ്യൽ സീസ് ഫയർ ആയിരിക്കും ഉണ്ടാകുന്നത്, അതല്ലാതെ ഫുള്ളായിട്ടുള്ള സീസ് ഫയർ അല്ല ഈ രണ്ടു കൂട്ടരുമായിട്ടുള്ള നെഗോസിയേഷനിൽ ഇപ്പോൾ കാണുന്നത്. അപ്പം എൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത് അതോടുകൂടി രണ്ടു കൂട്ടരും കൂടുതൽ ഈ പറയുന്ന ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിലും, എനർജി ആണെങ്കിലും, റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും, ബസ് സ്റ്റേഷൻ ആണെങ്കിലും അവിടെയുള്ള അറ്റാക്ക് നിർത്തിയിട്ട് ഈ സൈന്യങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള അറ്റാക്ക്, നേരിട്ട് വെച്ച് കഴിഞ്ഞാൽ വെപ്പൺസ് ഉപയോഗിക്കുക, മിസൈൽ ഉപയോഗിക്കുക, അതിൻ്റെ ഒരു കൗണ്ടറായിട്ടും അല്ലാതെയുള്ള അറ്റാക്കിനുള്ള സാധ്യത എസ്കലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് 30 ദിവസം സീസ് ഫയറിനുള്ളിൽ. ഇതിനകത്ത് രണ്ട് രീതി നമുക്ക് ചിന്തിക്കാം. കാരണം റഷ്യയെ കൂടുതൽ പ്രഷറാക്കുക. അപ്പൊ എന്തൊക്കെ ഉക്രൈനും അമേരിക്കയ്ക്കും ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 700 കിലോമീറ്റർ ദൂരെ അവരുടെ ഈഗിൾ 2 ബേസ് അറ്റാക്ക് ചെയ്ത പോലെ തന്നെ ഉക്രൈൻ ചിലപ്പം റഷ്യയുടെ അതേപോലെ ക്രിട്ടിക്കലായിട്ടുള്ള മിലിറ്ററി കേപ്പബിലിറ്റി ഉള്ള ന്യൂക്ലിയർ ഫെസിലിറ്റി അങ്ങനെയുള്ള സംഭവങ്ങളിലും അറ്റാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റത്തില്ല. ഒന്ന്. രണ്ടാമത് റഷ്യ ഇപ്പം ഡിമാൻഡ് ചെയ്ത് മറ്റൊരു കാര്യം, അതായത് ഞാൻ പല ആവർത്തി പറഞ്ഞ റഷ്യ വളരെ ഡിഫെൻസീവിലാണ്. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് ബ്ലാക്ക് സീ, അതായത് കരിങ്കടൽ, ബ്ലാക്ക് സീ, അതുവഴി റഷ്യൻ വെസൽസിന്, അതായത് ചരക്ക് കപ്പലുകൾക്ക് പോകാൻ വേണ്ടി അനുവാദം കൊടുക്കണം ഉക്രൈൻ. അത് അമേരിക്ക ഉറപ്പ് കൊടുക്കണം. അപ്പൊ അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കും. കാരണം റഷ്യയുടെ വലിയൊരു ശതമാനം അവരുടെ സീ റൂട്ട് എന്ന് പറയുന്നത്, പെട്ടെന്നുള്ള സീ റൂട്ട് ഈ പറയുന്ന ബ്ലാക്ക് സീ കൂടെ. അത് ബേസിക്കലി ഇത് റഷ്യയുടെ കൺട്രോളിലായിരുന്നു. ഈ വാറ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഉക്രൈൻ റഷ്യയുടെ പല ഷിപ്സും അതുവഴി അതിനെ കയറി അറ്റാക്ക് ചെയ്തു. അവരുടെ വാർഷിപ്പും അന്തർവാഹിനികളൊക്കെ, നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞ് അമേരിക്ക കൊടുത്ത ഈ സർഫേസ് ടു സർഫേസ് ഈ ഷിപ്പുകളെ അറ്റാക്ക് ചെയ്യുന്ന വെപ്പൺസ് ഉപയോഗിച്ച് വെടിയങ്ങ് തീർത്തു. അത് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് റഷ്യയുടെ നേവൽ ബേസിനാണ്. നേവിക്ക് ശരിക്കും അറ്റാക്ക് ചെയ്തു. പിന്നെ റഷ്യൻ ഷിപ്പുകൾ ഉക്രൈൻ മിസൈൽസിനെ പേടിച്ചിട്ട് അതുവഴിയുള്ള സീ റൂട്ട് മുഴുവൻ ഉപേക്ഷിച്ചിരിക്കുക. അതുകൊണ്ട് റഷ്യക്ക് സാമ്പത്തികമായ ഭയങ്കര പ്രശ്നമുണ്ടായിട്ടുണ്ട്. പിന്നീട് റഷ്യ ഡിമാൻഡ് ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഈ സീസ് ഫയറിന് തുടങ്ങുന്നതിന് മുമ്പ് അമേരിക്ക ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം. അവരുടെ സാങ്ഷൻ ഇമ്പോസ് ചെയ്ത സാങ്ഷൻ വഴി എടുത്തു മാറ്റണം. അത് അമേരിക്ക യെസ് ഓർ നോ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം യൂറോപ്യൻ രാജ്യങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഉക്രൈനാണ്. കാരണം ഉക്രൈനിൽ കയറി അറ്റാക്ക് ചെയ്തുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പിണങ്ങിയിരിക്കുകയാണ്. അപ്പം റഷ്യയുടെ ഈ ക്രൂഡ്, അതായത് ഗ്യാസ് ആണെങ്കിലും ക്രൂഡ് ഓയിലും ഏറ്റവും കൂടുതൽ വാങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണ്. അപ്പൊ അവര് ബ്ലോക്ക് ചെയ്തിരിക്കണം. അതിൻ്റെ പേരിൽ റഷ്യക്ക് വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം റഷ്യൻ അസറ്റുകൾ മുഴുവനും ഏകദേശം 400-500 ബില്യനാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രം കിടക്കുന്നത്.
അത് ഫേസ് ചെയ്തിരിക്കുകയാണ്. അപ്പം അത് ആ സാങ്ഷൻ ഒഴിവാക്കുവാണെങ്കിൽ അത് റഷ്യക്ക് എടുക്കാമെന്നുള്ള ധാരണയുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവസാനം യുദ്ധം ഈ പോകുന്നത് മുഴുവനും ഒരു കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റിലോട്ടാണ്. അതായത് റഷ്യൻ അസറ്റുകൾ ഫ്രീസ് ചെയ്തിരിക്കുന്നു. റഷ്യയുടെ വെസൽസ്, അതായത് റഷ്യയിൽ നിന്ന് കൊണ്ടുപോകുന്ന പല സാധനങ്ങളും അത് പല റൂട്ടിൽ പോകാൻ പറ്റുന്നില്ല. ഉക്രൈൻ ബ്ലാക്ക് സീ പോലും അവരുടെ കയ്യിൽ നിന്ന് പോയത് ഉക്രൈൻ്റെ കൺട്രോളിലായി. ഇതേപോലെയുള്ള ഡിമാൻഡുകളാണ് റഷ്യ കൂടുതൽ ഉന്നയിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് ഈസ്റ്ററിന് ഒരു സീസ് ഫെയർ സൊല്യൂഷൻ ശരിക്കും പുഷ് ചെയ്യുന്നുണ്ട്. അന്നോടുകൂടി സീസ് ഫെയർ ലിമിറ്റഡ് ആയിരിക്കാം, പക്ഷെ അത് ഫർദർ നെഗോഷിയേറ്റ് ചെയ്ത് അത് കൂടുതൽ ഓരോ ക്രിട്ടിക്കലായിട്ടുള്ള പല കാര്യങ്ങളിലോട്ട് പോകാം. അപ്പം ഇത് രണ്ട് രാജ്യങ്ങളും ഒരു ഏകദേശം അനുകൂലമായിട്ടാണ് പറയുന്നത്. അതിൻ്റെ അത് ഉക്രൈൻ ഇപ്പോൾ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, എങ്ങനെയെങ്കിലും സീസ് ഫെയർ ഉണ്ടാകണം. കാരണം അമേരിക്ക ഗെയിം ഏറ്റെടുത്തു. ഇതാണ് ഞാൻ ആദ്യം പറയാം. അമേരിക്ക ഗെയിം ഏറ്റെടുത്ത് കഴിഞ്ഞ് ഉക്രൈൻ സേഫാണ്. പിന്നെ അവരതിന് ചെയ്തോളൂ, കാരണം അവർക്കതിനുള്ള സ്വാധീനമുണ്ട്. റഷ്യക്ക് ഏറ്റവും കൂടുതൽ ഭയം ഈ അമേരിക്കൻ ന്യൂക്ലിയർ വെപ്പൺസ് എല്ലാം ഈ റുമേനിയയിൽ നിന്ന് ഇങ്ങോട്ട് ചില പോർട്ടുകളിലോട്ടൊക്കെ മാറ്റി. ഇത് ഏത് സമയം അമേരിക്കയുടെ തലയിൽ വീഴുന്നുള്ള പേടിയും കൂടെ ഉണ്ട്. ബെലറൂസിന്റെ പ്രസിഡന്റ് പ്രത്യേകം മാറി എങ്ങ് പോയി. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫർദർ ഈ റഷ്യ ഉക്രൈൻ വാറിനകത്ത് ഇടപെടാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അവിടെയുള്ള ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ റഷ്യക്ക് സപ്പോർട്ട് ചെയ്ത ഹംഗറി പിന്മാറി, കാരണം അമേരിക്ക ഇൻവോൾവായി. ഇത് മാത്രമാണ് ഞാൻ ആദ്യം മുതൽ പറയുന്നത്. ഈ ഉക്രൈൻ എന്ന് പറഞ്ഞ ഈ ജോക്കർ അമേരിക്ക പിടിച്ചൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചാൽ മതി. ഈ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോകും. പുട്ടിൻ ഈ പറയുന്ന പോലെ കൂടുതൽ ഇളക്കമൊന്നും കാണിക്കാൻ പറ്റത്തില്ല. കാരണം റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഡിഫൻസ്, അവർക്ക് അവരുടെ ഒഫൻസീവ്, ഇതെല്ലാം പൂർണ്ണമായിട്ടും വളരെ വളരെ താപ്പോട്ടങ്ങ് പോയി. അവർക്ക് മാൻ പവർ ഇല്ല, മാൻ പവർ കുറഞ്ഞു. നോർത്ത് കൊറിയയിൽ നിന്ന് സാധനങ്ങൾ ആൾക്കാർ വന്നിട്ടാണ് ഇവരെ ഡിഫെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പ്രത്യേക വെർട്ടിക്കൽസും കമ്പോണൻസും എല്ലാം നമ്മൾ ക്ലബ് ചെയ്ത് നോക്കുമ്പോൾ റഷ്യക്കും ഉക്രൈനെ പോലെ ആവശ്യമാണ് ഒരു സീസ് ഫയർ. പക്ഷെ അവർ ഡിമാൻഡ് കൂടുതൽ വെക്കുന്നു. പക്ഷെ ഇത് കൂടുതൽ ദിവസങ്ങൾ കഴിയും തോറും ഈ റഷ്യയുടെ ഡിമാൻഡ് കുറഞ്ഞു വരും. ഉക്രൈൻ അതിൻ്റെ മുകളിൽ കയറി ഡോമിനേറ്റ് ചെയ്യും. ഇതിനുള്ള സാഹചര്യമാണ് പല പത്രങ്ങളും റിപ്പോർട്ടുകളൊക്കെ വായിച്ചിട്ട് എൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.